ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോർ എവർ യു എന്ന സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് കാണിക്കുന്നത് നമ്മുടെ ടേറും പിന്നെ നോർത്തും കൂടെ ആയിട്ട് ഹില്ല് പോസ്റ്റ് ചെയ്ത നമ്മുടെ ടേറിൻ്റെ കൈ മാത്രം വരുന്നൊരു പിക്ക് കണ്ടിട്ട് അത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. ആ സമയം അതിൻ്റെ താഴെ കിടക്കുന്ന ക്യാപ്ഷനൊക്കെ വായിച്ചപ്പോൾ നമ്മുടെ നോർത്തിന് എന്തുകൊണ്ടോ ഹില്ല് നമ്മുടെ ടേറുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നതാണെന്ന് തോന്നിയിട്ട് ഇവൻ നീയായിട്ട് ഫ്ലേർട്ട് ചെയ്യുകയാണല്ലോ, അതിന് നിനക്ക് ഹില്ലിനെ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഇത് കേട്ടിട്ട് ടേറ് തിരിച്ച് നിനക്കതിന് ഹില്ലിനെ അറിയാമോ എന്ന് നോർത്തിനോട് ചോദിക്കുകയാണ്. കാരണം നമ്മുടെ നോർത്ത് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പയ്യനാണ്, പിന്നെ പുതിയതായിട്ട് ഇവർ ഫസ്റ്റ് ഇയർ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ ചോദിച്ചപ്പോൾ നോർത്താണെങ്കിൽ എങ്ങനെ അറിയാണ്ടിരിക്കും, ഈ കോളേജിൽ തന്നെ പോപ്പുലർ പയ്യനല്ലേ, അല്ല നിനക്കെങ്ങനെ അവനറിയാമെന്നുള്ളത്, അവനെന്തിനാ ഇപ്പം നിൻ്റെ ഫോട്ടോ എങ്ങനെ ഇട്ടത്, അവൻ നീയായിട്ട് ഫ്ലേർട്ട് ചെയ്യുകയാണോ എന്നൊക്കെ നോർത്ത് തിരിച്ചിങ്ങനെ ചോദിക്കുകയാണ്. ഈ സമയം അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പിന്നെ ഇവൻ മറ്റേ പയ്യനാണ് ഞാൻ എന്ന് പറഞ്ഞില്ലേ, ആ പയ്യനാണെന്ന് പറയാണ്. ആ സമയം നോർത്ത് ഏത് പയ്യൻ, നീ കാണണമെന്ന് ആഗ്രഹമില്ല വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ അവനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടേർ അത് അവൻ തന്നെയെന്ന് പറയാണ്. ആ സമയം നോർത്ത് അതെന്തിനാ അങ്ങനെ, നിനക്കത് മുമ്പേ അറിയാവൂ സത്യം പറയാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ടേർ പറയാതെ കളിച്ച് നിൽക്കുകയാണ്. അപ്പോഴേ നോർത്തിന് എന്തോ ഉണ്ടെന്ന് മനസ്സിലായിട്ട് എടാ പറയടാ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. എന്നാൽ ടേർ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞ് ഓടി ചെന്ന് ബെഡിൽ കിടന്ന ഷീറ്റിലിങ്ങനെ മൂടി അയ്യോ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഫോട്ടോ ഇട്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അവനാണെങ്കിൽ നൈറ്റ് കുറേ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ബാൽക്കണിയിൽ നിൽക്കുന്നതാണ്. ആ സമയം ടേറിൻ്റെ അമ്മ അവന് ഫോൺ ചെയ്തിട്ട് നിനക്ക് സുഖമാണോ, അവിടെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ടേർ ഇവിടെ ഫുള്ള് മലയൊക്കെയാണുള്ളത്, എനിക്ക് നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള ആ ഒരു ബീച്ചൊക്കെ മിസ് ചെയ്യുന്നു, എനിക്ക് കാണണമെന്ന് തോന്നുന്നു എന്ന് പറയാണ്. ഈ സമയം ടേറിൻ്റെ അമ്മ എങ്കിൽ പിന്നെ നിനക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് വന്നുകൂടെയും ചോദിക്കുകയാണ്. ആ സമയം ടേർ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നത്, അതായത് മുമ്പ് എപ്പോഴോ എന്തോ ഒരു റീസൺ കൊണ്ട് നമ്മുടെ ടേറിൻ്റെ അച്ഛനാണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ടിട്ട് നിനക്ക് നാണക്കേട് തോന്നില്ലേ, ആൾക്കാരെ മുന്നിൽ ഞാൻ എങ്ങനെ തലയുയർത്തി നടക്കുമെന്ന് ചോദിക്കുകയാണ്. ആ സമയം നമ്മുടെ ടേറാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മകനായിട്ടുള്ളത് അത്രയ്ക്കും മോശമായിട്ടുള്ള സംഭവമാണെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങി പൊക്കോളാന്ന് പറഞ്ഞിട്ട് അവൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. ഇതേസമയം നമ്മുടെ ടേറിൻ്റെ അമ്മയും ചേച്ചിയെല്ലാം തൊട്ടടുത്തിപ്പുണ്ട്. അമ്മയാണെങ്കിൽ അവൻ്റെ പുറകെ പോവാണ്. അച്ഛൻ തടയാൻ ശ്രമിച്ചിട്ടും അമ്മ നിൽക്കുന്നില്ല. ടേർ നീ പോവല്ലേ എന്ന് പറഞ്ഞ് അവൻ്റെ പുറകെ പോകുന്നുണ്ട്. ചേച്ചിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് റൂമിലേക്കും പോവുകയാണ്. പക്ഷേ അവൻ്റെ അമ്മ എത്ര വിളിച്ചിട്ടും ടേർ നിന്നില്ല, അവനവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതിനിപ്പോൾ അമ്മ വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു സംഭവം ആലോചിക്കുകയാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് അവൻ മറുപടിയൊന്നും കൊടുക്കുന്നില്ല, പകരം ചേച്ചിക്ക് ഇപ്പം എങ്ങനെയായിട്ടും ചോദിക്കുകയാണ്. ആ സമയം അമ്മ അവളുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, നീ അവളോട് സംസാരിക്കാറില്ലേന്ന് വെച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ശരി അമ്മ ബായ് എന്ന് പറയും കോൾ കട്ട് ചെയ്യാണ്. ഇതേ സമയമല്ല നമ്മുടെ നോർത്ത് ഫുള്ള് ഗെയിം കളിക്കുകയാണ്, അത്രയ്ക്ക് ഗെയിം അഡിക്റ്റാണ്. ഇവന് കുറേ ടീംമേറ്റ്സും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് എടാ അങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാന്ന് പറഞ്ഞിട്ട് ഫുള്ള് ബഹളം ഉണ്ടായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടേറാണെങ്കിൽ അതൊക്കെ ഇടിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം കോളേജിൽ നമ്മുടെ ഹില്ലും പിന്നെ ജോഹാൻ, ടോൺഫ, ആർത്തിഡ് ഇവർ 4 പേരും കൂടെ ആയിട്ട് ലൈബ്രറിയിൽ അവിടെ ഇരുന്ന് പഠിക്കുവാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തോൻഫ മാത്രമേ പഠിക്കുന്നുള്ളൂ. നമ്മുടെ ആർത്തിടും ജോഹാനും ആണെങ്കിൽ വേറെ എന്തൊക്കെയോ ആയി നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഹില്ലാണെങ്കിൽ ഫോണിലുമാണ്. അങ്ങനെ ഹില്ല് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നിട്ട് ആർത്തിടാണെങ്കിൽ അല്ല ഹിൽ നീ ഫുള്ള് ഡിസ്ട്രാക്റ്റഡ് ആണല്ലോ, എന്താ പരിപാടി, എന്തോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഹില്ല് നീ എൻ്റെ കാര്യം നോക്കാം നിൻ്റെ കാര്യം നോക്കി, ഇവിടെ വന്നിരുന്നിട്ട് നീ ബുക്കും തുറന്നു പോലും ചെയ്തില്ലല്ലോ, എടുത്ത് വെച്ച് പഠിക്കാനായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അവരെല്ലാവരും സംസാരമാവുകയാണ്. ഈ സമയം ആർത്തിടാണ് ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിൽ ഒട്ടും തന്നെ പഠിക്കാത്തത്. അതുകൊണ്ട് തന്നെ ജോഹാൻ അവൻ്റെ അടുത്ത് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാതെ നീ ആദ്യം ബുക്ക് എടുത്ത് വെച്ച് പഠിക്കും, നീ കാരണം ക്ലാസ്സിൻ്റെ ആവറേജ് തന്നെ കുറഞ്ഞു പോവുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ആർത്തിട് ഞാൻ പഠിച്ചോളാം, എന്നാൽ നീ ഹില്ലിനെ ഒന്ന് നോക്ക്, ഹില്ല് ഇപ്പോൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ്, കണ്ടു കഴിഞ്ഞാൽ അവൻ ലവിലായ പോലെ തോന്നും, പറയ് ഹിൽ നീ ലവിലാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഹില്ല് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തോൻഫ അതിൻ്റെ അർത്ഥം എന്തോ ഉണ്ടെന്നല്ലേ, നിനക്ക് ആരെടുത്താൽ ലവ് എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം ഹില്ല് ആ ആളെ ഞാൻ പിന്നെ പരിചയപ്പെടുത്തി തരാം, ഇപ്പം നിങ്ങളിരുന്ന് പഠിക്കാൻ പറയുന്നുണ്ട്. ആ സമയം ആർത്തിട് ഓ അപ്പോൾ നീ ഇപ്പം കമ്മിറ്റഡ് ആവാൻ പോവാ, അപ്പം പിന്നെ ഇനി ഞാനും തോൻഫയും പിന്നെ ജോഹാനും മാത്രമേ സിംഗിളായിട്ടുള്ളൂ അല്ലേ എന്നിങ്ങനെ പറയാണ്. ആ സമയം ഹില്ല് അല്ല തോൻഫയും സിംഗിളല്ല എന്ന് പറയുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് തോൻഫാരെ നോക്കിയിട്ട് അതെന്താ ഉദ്ദേശിച്ചത്, നിനക്കാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. തോൻഫ ഉടനെ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവനെ വിഷയത്തിൽ നിന്ന് ഒഴുകി മാറാണ്. അവിടെ എന്തോ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിനുശേഷം ജോഹാനാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ആ സമയം എവിടെ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, എന്നാൽ മറുപടി എടുക്കുന്നില്ല. ഈ സമയം ഹില്ല് നോക്കിയപ്പോൾ ടേറാണെങ്കിൽ അവിടെ സ്റ്റെയർ കേസ് ഒരു മുകളിലോട്ട് കയറിപ്പോകുന്ന കാണുകയാണ്. അങ്ങനെ ഹില്ല് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടേർ നേരെ ലൈബ്രറിയിലായിട്ടായിരുന്നു പോയത്. അവൻ ലൈബ്രറിയുടെ അവിടെ നിന്നിട്ട് ബുക്കൊക്കെ എടുക്കുന്ന ടൈമിന് ഹില്ലും ലൈബ്രറി തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ടേറിനെ കണ്ടത് കൊണ്ട് തന്നെ നേരെ ടേറിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് അവൻ്റെ അടുത്തുനിന്ന് നമ്മുടെ ടേർ കളക്ട് ചെയ്ത് വെച്ച എല്ലാ ബുക്കും വാങ്ങിച്ച് വെച്ചിട്ട് ഞാൻ നിനക്ക് ബുക്കെല്ലാം പിടിക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയാണ്. ടേർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഹില്ല് ഇല്ല ഞാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവനെ ബുക്ക് മേടിക്കുകയാണ്.
എന്നിട്ട് നമ്മുടെ ഹില്ല് ടേറിൻ്റെ കൂടെ അവൻ എടുക്കുന്ന എല്ലാ ബുക്കും പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. അതിനുശേഷം ടേർ ആ ബുക്കെല്ലാം മേടിച്ചുകൊണ്ട് നമ്മുടെ ഹില്ലിനെ മൈൻഡ് നടന്നു പോവാണ്. എന്നാൽ ഹില്ല് ടേറിൻ്റെ പുറകെ പോയി അവനെ കൈ പിടിച്ച് തടങ്ങിയിട്ട് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട്. ടേർ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് പോകാൻ അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഹില്ലാണെങ്കിൽ ഇല്ല, എനിക്ക് എന്നെ കൊണ്ടുവിടണം, നീ എന്നെ കൊണ്ടുവിടാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ട് പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടേർ അവസാനം ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ ഹില്ലാണെങ്കിൽ അപ്പോഴും ടേറിൻ്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ടേർ ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ, ഇനി എൻ്റെ കൈ വിടാനായിട്ട് പറയാണ്. ഹില്ല് കൈ വിടുന്നുണ്ട്. അതിനുശേഷം ഹില്ല് അവൻ്റെ കാറിൽ ടേറിനെ വീട്ടിൽ കൊണ്ടുവിടാണ്. അതിനെ കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് ടേർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഹില്ല് ടേറിൻ്റെ അടുത്ത് നിൻ്റെ കയ്യിൽ ഉത്തരം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ടേർ ഉത്തരവ് എന്തിനുള്ള ഉത്തരം എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ ഹില്ലാണെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവൻ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ ടേറിൻ്റെ ഒരു ഫോട്ടോ, അതായത് അവൻ്റെ കൈ വരുന്ന ഒരു ഫോട്ടോ ഹില്ല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ അവൻ ക്യാപ്ഷൻ കൊടുത്തിരുന്നത് ഞാൻ നിന്നെ നല്ലതുപോലെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ടെസ്റ്റ് പാസ്സാവോ, എനിക്കിതിനെ ഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇതിലൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടെസ്റ്റിൽ പാസ്സായോ അതിൻ്റെ ഉത്തരം നിൻ്റെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ സമയം ടേറാണെങ്കിൽ അതിന് മറുപടി എടുക്കാതെ എനിക്ക് തിരക്കുണ്ടെന്നിറങ്ങി ഇവൻ പെട്ടെന്ന് തന്നെ കാറിൽ നിന്നിറങ്ങി ഓടി ഇവൻ്റെ റൂമിലേക്ക് ചെല്ലാണ്. റൂമിൽ എത്തിയപ്പോൾ നോർത്ത് സ്ഥിരം പരിപാടി എന്നെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടേറ് വന്ന് ഒരുമാതിരി മൂഡ് ഓഫ് ആയിരിക്കുന്ന കണ്ടിട്ട് നോർത്ത് എന്തു പറ്റി, പിന്നെ ഹില്ല് നീ തമ്മിൽ എന്തെങ്കിലും ക്ലാഷ് ആയോ, നീ അവനെ മീറ്റ് ചെയ്തോ, എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ്. ആ സമയം ടേറ് നീ ആയതുകൊണ്ട് മാത്രം നിന്നൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഇവരുടെ കാര്യം അറിയാനായിട്ട് നോർത്ത് ഗെയിം പോലും വിട്ടിട്ട് ഓടി വന്ന് നമ്മുടെ ടേറിൻ്റെ അടുത്തിരുന്നിട്ട് പറ എനിക്കറിയണമെന്ന് പറയാണ്. ടേറങ്ങനെ ഞാനും ഹില്ലും ഒരേ സ്കൂളിലാണ് പഠിച്ചതെന്ന് പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് ഒരേ സ്കൂളിലോ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നല്ല ക്ലോസ് ആയിരുന്നു എന്നിങ്ങനെ നോർത്ത് ചോദിക്കുകയാണ്. ആ സമയം അല്ല ക്ലോസ് അല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ടേറ്. അപ്പോൾ നോർത്ത് എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം സംസാരിച്ചിട്ടുണ്ട് കുറച്ച് എന്ന് പറയാണ്. ആ ടൈമിൽ നോർത്ത് പിന്നെയും അവനാണെങ്കിൽ നിൻ്റെ അടുത്ത് എപ്പോഴേലും എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ടേറ് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയാണ്. ആ സമയം നോർത്ത് പക്ഷേ എനിക്ക് ഉറപ്പാണ് അവൻ നീയുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നതാ, ഇനി നീ ആലോചിക്കേണ്ടത് നിനക്ക് അവൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ടോ ഇല്ലേ എന്നാണെന്ന് പറയാൻ. ആ സമയം ടേറ് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയാണ്. എന്നാൽ നമ്മുടെ നോർത്തിന് തീരെ വിശ്വാസമാകുന്നില്ല. ആ സമയം ടേറാണെങ്കിൽ ഒരു കുഞ്ഞ് ഫ്ലാഷ് ബാക്ക് പറയാണ്. അതായത് അവൻ്റെ സ്കൂളിൽ ക്ലാസ് റൂമിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം അവൻ്റെ ക്ലാസ് ഉള്ള ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇവരുടെ സ്കൂളിന് ബാസ്കറ്റ് ബോൾ ഉള്ളത്. ഇവരിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടൈം തന്നെയാണ് അവിടെ കുറേ പയ്യന്മാർ വന്നിരുന്ന് ബാസ്കറ്റ് ബോൾ കളിക്കുന്നത്. അങ്ങനെ ടീച്ചറിനെ പഠിപ്പിക്കാൻ പറ്റാതെ ഈ പയ്യന്മാരിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ടേറിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർ ഉടനെ തന്നെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം ആ പയ്യന്മാരോട് സംസാരിക്കാൻ. അപ്പോൾ ടേറിരുന്ന ക്ലാസ്സിൻ്റെ അവിടെയാണ് വിൻഡോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബാസ്കറ്റ് ബോൾ കാർട്ട് അവന് കാണാനും പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചർ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നതും നമ്മുടെ ടീച്ചർ ആ പയ്യന്മാരോട് സംസാരിക്കുന്നത് കാണുവാണ്. നോക്കിയപ്പോൾ ആ പയ്യന്മാരുടെ കൂട്ടത്തിലായിരുന്നു ഹില്ലും ഉണ്ടായിരുന്നത്. അന്നാണ് നമ്മുടെ ടേർ ഹില്ലിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹില്ലും ടേറിനൊന്ന് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലാഷ് ബാക്കിന് പ്രസൻറ്റിലേക്ക് വന്നപ്പോൾ നോർത്ത് നിങ്ങളുടെ ഇടയിൽ എന്താ ഉണ്ടായതെന്ന് എനിക്കറിയത്തില്ല, നിനക്ക് അവനെ ഇഷ്ടമാണോ അവനോട് ഇഷ്ടമില്ലേ ഇതൊക്കെ നീ എന്നെ കണ്ടുപിടിക്കുക, ഇഷ്ടമില്ലെങ്കിൽ അത് ഓപ്പണായിട്ട് അവനോട് തുറന്നു പറയും, എന്തായാലും അവൻ എൻ്റെ കൂടെ യൂണിയനിലുള്ളതല്ലേ സംസാരിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് നമ്മുടെ നോർത്ത് തിരിച്ച് വീണ്ടും ഗെയിം കളിക്കാനായിട്ട് പോവാണ്. ഈ സമയം എൻ്റെ സിറ്റുവേഷൻ നിനക്ക് മനസ്സിലാവത്തില്ല എന്നുള്ള രീതിയിൽ ഇരിപ്പുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നോർത്തും ടേറും കൂടെ ആയിട്ട് തിരിച്ച് കോളേജിലേക്ക് ചെല്ലുന്നതാണ്. അപ്പോൾ അവരാണെങ്കിൽ നേരെ പോയത് ആ ഒരു ഡ്രോയിങ് ക്ലബ്ബിലോട്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഫോമും പിന്നെ ടേറും കൂടെ ആയിട്ട് കഫേ ഇരുന്നപ്പോൾ അവരുടെ കോളേജിൽ തന്നെ പഠിക്കുന്ന ദാവോ എന്ന് പറഞ്ഞൊരു പയ്യനെ മീറ്റ് ചെയ്തിട്ട് ആ പയ്യൻ ഡ്രോയിങ് ക്ലബ്ബിനെ കുറിച്ചൊക്കെ ഇവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയം നമ്മുടെ ടേറാണെങ്കിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൻ്റെ ഫ്രണ്ടായിട്ടുള്ള നോർത്തിനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവരുടെ ആ ഒരു ക്ലബ്ബിലേക്ക് എത്തിയപ്പോൾ ക്ലബ്ബിൽ ആരും ഉണ്ടായിരുന്നില്ല. ഡ്രോയിങ് ക്ലബ്ബ് ആയതുകൊണ്ട് തന്നെ അവിടെ കുറേ സ്റ്റാച്യൂസ് പോലത്തെ കുറേ സംഭവമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വേറെ നിശബ്ദതയും കൂടെ ആയതുകൊണ്ട് നമ്മുടെ നോർത്ത് പേടിച്ച് ഇവിടെ പ്രേതമുണ്ടെന്ന് വിളിക്കുകയാണ്. ആ ടൈമിൽ കറക്റ്റ് അങ്ങോട്ടേക്ക് ദാവോ വരാണ്. ദാവോ എന്ന് ടേറിൻ്റെ അടുത്ത് ഇതാണോ നിൻ്റെ ഫ്രണ്ട് നോർത്ത്, നിങ്ങൾ രണ്ടുപേരും ജോയിൻ ചെയ്യാനായിട്ടാണോ വന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഇതെൻ്റെ ഫ്രണ്ട് നോർത്താണ്, ഞങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് വന്നതാണെന്ന് പറയാണ്. ആ സമയം ഫോമും എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവരുണ്ടേ വരുമെന്നും ടേറ് പറയാണ്. ആ സമയം ദാവോ ഓക്കെ പിന്നെ നോർത്ത് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ പ്രേതമൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ഈ സമയം നോർത്ത് എനിക്ക് എന്തോ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററി അന്വേഷിച്ചിട്ട് ഈ ക്ലബ്ബിൽ ജോയിൻ ചെയ്താൽ പോരെ എന്നൊക്കെ നമ്മൾ ടേറിനോട് പതുക്കെ ചോദിക്കുകയാണ്. അന്നേരം ടേർ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ദാവോയും പേടിക്കാനായിട്ടൊന്നുമില്ല, ഇവിടെ സീനിയേഴ്സൊന്നും ഇപ്പോൾ ഇല്ലാത്തത് അവർക്ക് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര സൈലൻ്റായിട്ട് കിടക്കുന്നതെന്നൊക്കെ പറയാണ്. അതിനുശേഷം ദാവോ ഞാൻ ക്ലബ്ബ് മൊത്തം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് ഇവർ മൂന്നുപേരും നിന്ന് ഡ്രോയിങ് എന്തൊക്കെയോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഫോമും അങ്ങോട്ടേക്ക് വരാണ്. ആ സമയം ഇവരിരുന്ന് അകത്തൊരു റൂമിലോട്ടായതുകൊണ്ട് തന്നെ ഫോമും കൂടെ ആയിട്ട് നമ്മുടെ ടേറിനെയോ നോർത്തിനെയോ
പിന്നെ ഡാവോനെയോ ആരെയും തന്നെ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇവരും കയറി വന്നപ്പം ഫുള്ള് സൈലൻറ്റ്. ഈ ഒരു പ്രതിമയൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് അവർക്കും പേടിയാണ്. അവരും എൻ്റെ ദൈവമേ പ്രേതം വല്ലതും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ മനഃപൂർവ്വം പേടിക്കാനായിട്ട് നമ്മുടെ നോർത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ടേറും നോർത്തും കൂടെ ഒറ്റ കീറി വിളിയിൽ ഇവരെ രണ്ടുപേരും പേടിപ്പിക്കുകയാണ്. ആ സമയം അവർ രണ്ടുപേരും കൂടിയിട്ട് ഓഹോ പേടിപ്പിക്കാൻ നോക്കിയതാണല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിച്ചിട്ട് പിടുത്തമാണ്. പിന്നെ കുറേ നേരം ഇരുന്ന് കളിക്കുകയാണ് അവർ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ടേറാണെങ്കിൽ ദാവോയുടെ അടുത്ത് ദാവോ എനിക്ക് നല്ല വിശക്കുന്നു ഞാൻ പൊക്കോട്ടേന്ന് ചോദിക്കുകയാണ്. ആ സമയം ദാവോ ആ പൊക്കോളാൻ പറയുന്നുണ്ട്. അങ്ങനെ ഫോനും ഫോമും എല്ലാവരും നമുക്ക് പോകാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. ദാവോയുടെ അടുത്ത് നീ വരുന്നില്ലേന്ന് വെച്ചപ്പോൾ ദാവോ ഇല്ല നിങ്ങൾ വെക്കോ എനിക്ക് ക്ലബ്ബൊക്കെ ക്ലോസ് ചെയ്യാനുണ്ട് നിങ്ങൾ പോയി ഫുഡ് കഴിക്കാനൊക്കെ പറയാണ്. അങ്ങനെ നോർത്തും ടേറും പിന്നെ ഫൂനും ഫോമും എല്ലാം നമ്മുടെ ദാവോയുടെ അടുത്ത് ബായ് പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ ഫൂനും ഫോമും ഒരു വണ്ടിയിൽ പോവാണ്. നോർത്തും ടേറും മറ്റൊരു വണ്ടിയിൽ പോവാണ്. നോർത്താണെങ്കിൽ അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്നതുകൊണ്ട് തന്നെ ടേറിന് അവർ ഫുഡ് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് ആ ഒരു ഏരിയയിലായിട്ട് വിട്ടിട്ട് നമ്മൾ നോർത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ടേർ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിൽ ചെന്നിരിക്കുകയാണ്. ആ സമയം ഫൂനും ഫോമും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവനങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിന് അവനെ അറിയാമെന്നുള്ള ഒരാളങ്ങോട്ടേക്ക് വരാണ്. ആ പെൺകുട്ടിയും അതേ കോളേജിൽ തന്നെ പഠിക്കുന്നതാണ്. അവൻ്റെ സീനിയറുമാണ്. അവളുടെ പേര് തന്മൈൽഡ് എന്നാണ്. നമുക്ക് ഈ സൈഡ് മൈൽഡ് എന്ന് വിളിക്കാം. മൈൽഡിന് നമ്മുടെ ടേറിനെ കണ്ടതിൽ വലിയ സന്തോഷമൊന്നുമില്ല. എന്നാലും ഒരു ഫേക്കായിട്ടുള്ള ചിരിയൊക്കെ വെച്ചിട്ട് നമ്മൾ ടേറിൻ്റെ അടുത്ത് വന്നിട്ട് ആ ടേർ നീ ഇവിടെയാണോ ജോയിൻ ആയത് എന്നൊക്കെയാണ് ചോദിച്ചു തന്നിരിക്കുകയാണ്. ടേറിനും ഇവളെ കണ്ട് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും അവനും അത് പുറത്ത് കാണിക്കുന്നില്ല. അങ്ങനെ ടേർ ഞാനിവിടെ ജോയിൻ ആയെന്ന് പറയുന്നുണ്ട്. ആ സമയം മൈൽഡ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് ചോദിച്ചപ്പോൾ വെറ്റിനറി ആണെന്ന് പറയാണ്. എന്നിട്ട് മൈൽഡിൻ്റെ അടുത്ത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് ചോദിച്ചപ്പോൾ മെഡിസിൻ ആണെന്നും പറയുന്നുണ്ട്. എന്നിട്ട് മൈൽഡ് നിനക്ക് സുഖമാണോ നീ എപ്പോഴാണ് വന്നത് നിനക്ക് ഈ സ്ഥലമൊക്കെ പരിചയമായോ ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ എനിക്ക് എപ്പോഴും വഴിയൊക്കെ തെറ്റാറുണ്ടായിരുന്നെന്ന് പറയാണ്. ആ സമയം ടേർ വന്നിട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ കുഴപ്പമില്ല ഞാനും അഡ്ജസ്റ്റ് ആയി പോവാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം മൈൽഡാണെങ്കിൽ ഹില്ലും ഇതേ കോളേജിലാണ് പഠിക്കുന്നത് നീ മിക്കവാറും അവനെ മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ്. ആ സമയം ടേറാണെങ്കിൽ ഓക്കെ അങ്ങനെയാണോ എന്നൊക്കെ പറയുന്നുണ്ട്. മീറ്റ് ചെയ്ത കാര്യവും സംസാരിച്ച കാര്യവും ഒന്നും തന്നെ അവന് പുറത്ത് പറയുന്നില്ല. അതിനുശേഷം മൈൽഡ് ശരിയെന്നാൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് മൈൽഡും നമ്മുടെ ഹില്ലും ടേറും പഠിച്ച അതേ സ്കൂളിലാണ് പഠിച്ചത്. നമ്മുടെ ഹില്ലും മൈൽഡും നല്ല ക്ലോസ് ആയിരുന്നു. അവർ തമ്മിൽ ഡേറ്റിംഗ് ആണെന്നുള്ള റൂമർ വരെയൊക്കെ വന്നിട്ടുണ്ട്. ആ സത്യമാണോ പറ്റിയെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ ടേർ പല പ്രാവശ്യം ഇവർ ഒരുമിച്ച് കണ്ടിട്ടുമുണ്ട്. അങ്ങനെ ഫ്ലാഷ് ബാക്കിൽ തിരിച്ച് വന്നിട്ട് നമ്മുടെ ടേർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഫൂനും ഫോമും വരുവാണ്. നമ്മുടെ ഫോനാണെങ്കിൽ വണ്ടി ഓടിച്ച് ഏതൊക്കെയോ ദിശയിൽ കൂടെ വണ്ടിയൊക്കെ തെറ്റിച്ച് ഓട്ടിച്ച് അങ്ങനെ റൂട്ടൊക്കെ മാറി ലാസ്റ്റ് ഇവിടെ വന്ന് പെട്ടിരിക്കുകയാണ്. അങ്ങനെ വന്നിരുന്നപ്പോൾ തന്നെ ഫോം നീ കൊണ്ട് തെറ്റിച്ചോണ്ട നിൻ്റെ അടുത്ത് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ നീ അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ നമ്മുടെ ടേർ അയ്യോ മതി 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 നിർത്ത് നിങ്ങൾക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം നമ്മുടെ മൈൽഡിനെ കണ്ടുകൊണ്ട് ടേറിൻ്റെ മുഖം ഇപ്പോഴും ഒരുമാതിരി ഇരിക്കുകയായിരുന്നു. ഇത് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ഫോമും ഫൂനും എന്ത് പറ്റിയും ചോദിക്കുകയാണ്. ആ സമയം ടേർ ഒന്നുമില്ല എന്ന് പറയാണ്. എന്നാൽ അവരത് വിശ്വസിക്കുന്നേ ഇല്ല. എന്നിട്ട് ഞങ്ങളത് വിശ്വസിക്കുമെന്ന് കരുതിയോ എന്താ സംഭവം ചോദിക്കുകയാണ്. ആ സമയം ടയർ അത് പിന്നെ എനിക്ക് കാണണമെന്ന് താല്പര്യമില്ലാത്ത ഒരാളെ മീറ്റ് ചെയ്തു എന്ന് പറയാണ്. ഈ സമയം ഇവർ ഏതാ ആ യൂണിയനിലുള്ള പയ്യനാണോ ചോദിക്കുന്നുണ്ട്. അവർ ഹില്ലിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ സമയം ടയർ അല്ല അവനെ എനിക്ക് കാണാൻ താല്പര്യമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവർ ഉറപ്പായിട്ടും അത് ഭയങ്കര ഒബ്വിയസ് അല്ലേ ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയാണ്. എന്നിട്ട് അവനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോൾ ടേർ അല്ലല്ല ഇത് വേറെ ആളാണെന്ന് പറയാണ്. അതിനുശേഷം ഇവർ ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ടേർ തിരിച്ച് റൂമിൽ വന്നിരിക്കുന്നതാണ്. അവന് പക്ഷേ ചിന്തയിൽ മൊത്തം ഇങ്ങനെ ഹില്ലിനെ കുറിച്ചാണ് വരുന്നത്. അവന് ഹില്ലിനെ മീറ്റ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ഭീമിന് മെസ്സേജ് അയച്ചിട്ട് ഭീം എനിക്ക് വയ്യാത്ത പോലെ തോന്നുന്നു നാളെ ഞാൻ ലീവ് എടുക്കുക നാളെ ഞാൻ യൂണിയനിലോട്ട് വരുന്നില്ല എന്ന് പറയാണ്. അവൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞാൽ മാത്രമേ അവന് ഹില്ലിനെ കാണാതെ അവൻ്റെ അടുത്ത് നിന്ന് അവോയ്ഡ് ചെയ്ത് മാറി നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഭീമും എനിക്ക് ഓക്കെ ഇനി റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞ് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ഹില്ല് യൂണിയനിലോട്ട് വരുന്നതാണ്. അപ്പോൾ അവൻ്റെ റൂമിൻ്റെ അകത്തേക്ക് കയറുന്ന ടൈമിന് ഓൾറെഡി അവിടെ ഭീമുണ്ട്. നമ്മുടെ ഹില്ല് അവിടെ വന്നിരുന്നതും ഭീമാണെങ്കിൽ നമ്മുടെ ഹില്ലിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഭീമിനും പിന്നെ നമ്മുടെ ബുവയ്ക്കും ഓൾറെഡി തന്നെ നമ്മുടെ ഹില്ലിൻ്റെ ടേറിൻ്റെ ഇടയിൽ എന്തോ നടക്കുന്നതായിട്ട് ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭീമാണെങ്കിൽ ഹില്ല് വന്നിരുന്നതും അവനെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹില്ലപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ടേർ എനിക്ക് ഇന്നലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അവനിന്ന് വരത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുക എന്നങ്ങ് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ഹില്ല് എന്താ വരാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആസം ഭീം എനിക്ക് അറിഞ്ഞൂടാന്ന് പറയുന്നുണ്ട്. ഹില്ലുണ്ടെങ്കിൽ തന്നെ അവൻ്റെ ഫോൺ എടുത്ത് കൊടുത്തിട്ട് ടേറിൻ്റെ ഫോൺ നമ്പർ എനിക്ക് തരാൻ പറയാണ്. ആ സമയം ഞാനെന്തിനാ തരുന്നതെന്നൊക്കെ എന്നെ ചോദിച്ചോണ്ട് നമ്മുടെ ഭീം കുറച്ച് നേരം അവനായിട്ട് വട്ടം കളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഭീമാണെങ്കിൽ നീയാണെങ്കിൽ ടേറിൻ്റെ കൈ വരുന്നൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് അത് ശരിക്കും
ടേർ തന്നെയല്ലേ, നീ അത് റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ എടുത്തല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഹില്ല് അതേന്ന് പറയാണ്. ആ സമയം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഭീമ് നമ്മുടെ ഹില്ലിൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് ടേറിൻ്റെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പക്ഷേ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ സത്യം പറ, നിനക്ക് ടേറിന് ഇഷ്ടമല്ലേ, നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുമെന്ന് പറയാണ്. അങ്ങനെ ഹില്ല് ലാസ്റ്റ് അതെ എനിക്ക് അവനെ ഇഷ്ടമാണ്, പക്ഷേ ഇതാരും അറിയരുത്, കാരണം ടേറിന് അൺകംഫർട്ടബിളായിട്ട് ഫീൽ ആവണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് പറയാണ്. ആ സമയം ഭീമ് എനിക്ക് ആദ്യം തൊട്ടേ ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ടേറിൻ്റെ ഫോൺ നമ്പർ നമ്മുടെ ഹില്ലിന് കൊടുക്കുകയാണ്. ഹില്ല് ഉടനെ തന്നെ അവിടെ നിന്ന് ടേറിനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലാണ്. ഇതേ സമയം ആരുടെടുത്തും പറയരുതെന്ന് പറഞ്ഞെങ്കിലും ഉടനെ തന്നെ ഭീമ് ഭൂവേനെ ഫോൺ ചെയ്തിട്ട് അവളടുത്ത് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹില്ലാണെങ്കിൽ ടേർ താമസിക്കുന്നതിൻ്റെ സ്ഥലത്തിൻ്റെ അവിടെ എത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേറിന് വയ്യാത്തതുകൊണ്ടാണ് അവൻ വരാത്തതെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ടേറിൻ്റെ അടവ് മാത്രമായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഹില്ല് ടേറിൻ്റെ റൂമിൻ്റെ അവിടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ടേറിനെ കോൾ ചെയ്തിട്ട് നിനക്ക് വയ്യാന്നറിഞ്ഞു, ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ചോദിക്കുകയാണ്. ഇതേ ടൈമിന് ടേർ അവൻ്റെ റൂമിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ക്യാമറയൊക്കെ ഇട്ട് നല്ല ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങായിരുന്നു. നമ്മുടെ ഹില്ലാണെങ്കിൽ ടേർ പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാണുകയാണ്. അങ്ങനെ മനസ്സിലാകുന്നുണ്ട് പനിയാണെന്നൊക്കെ അവൻ കള്ളം പറഞ്ഞതാണെന്ന്. എന്നാൽ നമ്മുടെ ടേർ ഹില്ലിനെ കാണുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഫോണിൽ കൂടെ ഹില്ല് വയ്യ എന്നൊക്കെ ചോദിച്ചപ്പോൾ ടേർ കുഴപ്പമൊന്നുമില്ല, ഞാൻ വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കുക, എനിക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാണ്. ആ സമയം ഹില്ല് നമ്മുടെ ടേറിൻ്റെ കള്ളത്തരം പൊക്കിയെങ്കിലും വീണ്ടും കുഴപ്പമില്ല, ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ടേർ അതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹില്ലിനെ കാണാത്തതുകൊണ്ട് തന്നെ ഭയങ്കര കാര്യത്തിൽ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി വന്നിരുന്നതും ഹില്ലിനെ അവൻ കാണുവാണ്. അവനെ കണ്ടതും നമ്മുടെ ടേർ ടെൻഷനാവുന്നുണ്ട്. ആ സമയം ഹില്ല് കണ്ടിട്ട് നല്ല പനിയാണെന്ന് തോന്നുന്നല്ലോ, വാ നീ ഫോട്ടോ എടുക്കാൻ പോവില്ലേ, ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടേറിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ ടേർ ഞാൻ ഫോട്ടോ എടുക്കാനൊന്നും പോകുന്നില്ല, ഞാൻ തന്നോട് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹില്ല് നീ ഫോട്ടോ എടുക്കാനേ പോകുന്നതെന്ന് അറിയാം, മര്യാദയ്ക്ക് എന്നോട് വാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടേറിനെ നിർബന്ധിപ്പിച്ച് ഹില്ലാൻ്റെ കാറിൽ കയറ്റി കൊണ്ടുപോവാണ്. എന്നിട്ട് ഹില്ല് നിനക്ക് എവിടെയാണ് ഫോട്ടോ എടുക്കാൻ പോകട്ടെ എന്ന് വെച്ചപ്പോൾ ടേർ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുന്നുണ്ട്. ആ സമയം ഹില്ല് ഇവിടെ നല്ലൊരു അടിപൊളി സ്ഥലമുണ്ട്, ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ടേറൊന്ന് എക്സൈറ്റഡ് ആവുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ വലുതായിട്ട് അത് അവൻ്റെ മുഖത്ത് കാണിക്കുന്നില്ല. അതിനുശേഷം അവരൊരു സ്ഥലത്തെത്തുവാണ്. ഈ സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ട്രഡീഷണൽ പ്ലേസ് എന്നൊക്കെ പറയാം, അതായത് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള, ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്ന, അതേപോലെ തന്നെ ടൂറിസ്റ്റുകാർ കാണാനൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ടേറിനിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ടേറാണെങ്കിൽ അവിടുത്തെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഹില്ല് കാണാതെ ഹില്ലിൻ്റെ 1-2 ഫോട്ടോയും ടേർ എടുക്കുന്നുണ്ട്. എന്നാൽ അത് എടുത്തു കഴിഞ്ഞതും നമ്മുടെ ഹില്ലത് ശ്രദ്ധിക്കുവാണ്. അതിനുശേഷം ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് നടക്കുന്ന ടൈമിന് നമ്മുടെ ഹില്ല് ടേറിൻ്റെ അടുത്ത് എൻ്റെ 2-3 ഫോട്ടോസ് എടുത്ത് തരാമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ടേർ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ സ്ഥലത്തിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. അതിനുശേഷം അവിടെ പ്രാർത്ഥിക്കാനുള്ള ഏരിയയിൽ പോയിട്ട് ഇവർ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിലാണ് മഴ പെയ്തു തുടങ്ങുന്നത്. അങ്ങനെ അവരുണ്ടരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയം ഹില്ല് ടേറിൻ്റെ അടുത്ത് ഞാനൊരു ഹെൽപ്പ് ചോദിച്ചോട്ടെ എന്ന് പറയാണ്. ആ സമയം ടേർ പറ്റത്തില്ല എന്ന് പറയാണ്. എന്നാൽ ഹില്ല് പ്ലീസ് ഞാനൊരു ഹെൽപ്പ് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ടേർ ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്താ ഹെൽപ്പ് എന്ന് ചോദിച്ചപ്പോൾ ഹില്ല് അത് പിന്നെ ഞാൻ നിൻ്റെ കൈ പിടിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ടേർ മറുപടി കൊടുക്കുന്നില്ല, പക്ഷേ കൈ പിടിക്കാനായിട്ട് അവൻ്റെ കൈ നീട്ടുന്നുണ്ട്. അങ്ങനെ ഒരു കൈയും പിടിച്ച് നിൽക്കുന്ന ടൈമിന് ഹില്ല് മറ്റൊരു ഹെൽപ്പും കൂടെ ചോദിച്ചോട്ടെ, ഞാൻ നിന്നെ ഡേറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ടേർ വല്ലാണ്ടങ്ങ് ഷോക്കാവുന്നുണ്ട്. അവനൊരു മറുപടി കൊടുക്കുന്നതേ ഇല്ല. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡോടെ എൻ്റെ ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നവരെ ബൈ.